എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറിയാമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റില് ഒരു കരിപ്പെട്ടി നാരങ്ങാച്ചാറാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇതൊക്കെ നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ ഉലുവയും കടുകും, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വിനാഗിരി ഉണ്ട്, കുറച്ച് നല്ലെണ്ണ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റമായ കരിപ്പെട്ടി. കരിപ്പെട്ടി അറിയാലോ എല്ലാവർക്കും എന്താണെങ്കിലും. പിന്നെ നമുക്ക് ഇത് അച്ചാർ പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അച്ചാർ പൊടിയുണ്ട്, പിന്നെ ഇത് ഇച്ചിരി കാശ്മീരി മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ട് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, ഇതൊരു 6-7 ഉണ്ട്. അപ്പൊ നമ്മൾ എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പൊടിയൊക്കെ എടുത്തു വെക്കാനായിട്ട്. ഞാൻ എന്താണല്ലോ ഇപ്പോൾ ഒരു 5-6 നാരങ്ങ എടുത്തിട്ടുള്ള അതിനനുസരിച്ചുള്ള കുറച്ച് പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനുശേഷം നമ്മൾ ഈ നാരങ്ങ എല്ലാം കൂടി എന്ത് ചെയ്യണം, ഒരു നല്ല ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട്, ഞാനിവിടെ കല്ലുപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ, ഉപ്പിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതങ്ങ് പൊട്ടി വിണ്ടു പോവരുത്. അതിന് മുമ്പ് ഒരു ഞെങ്ങ് കൊള്ളാൻ പരുവത്തിനാകുമ്പോഴത്തേനും നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റി തണുക്കാൻ വെക്കണം. എന്തായാലും കുറേ സമയം പിടിക്കും കണ്ടോ. ഇപ്പൊ സെറ്റായിട്ട് ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നിട്ടുണ്ട് കണ്ടോ. നമ്മളൊന്ന് എന്തേലും ഒരു സ്പൂണോ എന്തേലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം ഞെങ്ങ് കൊള്ളുന്നുണ്ടോന്ന്. ഇപ്പം ഞെങ്ങ് കൊള്ളുന്നുണ്ട്. അപ്പോൾ ആവിക്ക് വെക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു വെള്ളമൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട് കയറി, ഉപ്പൊക്കെ വന്ന് ആയിട്ടുണ്ട്. എന്താണേലും ഇതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. ചൂടോടെ ഒന്നും പോയി കൈ ഇട്ടുണ്ട്, കൈ എന്താണെങ്കിലും പൊള്ളി തവിട് പൊടിയാവും. ശേഷം നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് തുടയ്ക്കണം. ഈ നാരങ്ങ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമ്മളിനി അടുത്ത പണിയിലേക്ക് നമുക്ക് പാനായിട്ട്. അന്ന് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പാൻ അങ്ങ് വെച്ച് ചൂടാക്കണം. പാൻ വെച്ച് നല്ല ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം നമ്മൾ അതിനകത്തേക്ക് കടുകൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എന്തായാലും കുറച്ച് ലാഗ് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാനിത് പിടിച്ചപ്പോഴത്തെ കുഴപ്പം, എന്തായാലും ആരും എന്നെ ചീത്ത പറയരുത് കേട്ടോ. എന്താണെങ്കിലും ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള നല്ലെണ്ണ എടുക്കണം കേട്ടോ. കാര്യം എന്തോരം നമുക്ക് അറിയാലോ, ഏകദേശം അറിയാലോ എത്ര നാരങ്ങ ഉണ്ടെന്ന്. അപ്പം അതിനനുസരിച്ചുള്ള ഇപ്പം ഞാനിവിടെ കുറച്ച്, എനിക്കിപ്പോൾ അളവ് പറയാനെന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, ഒരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം അത്ര നല്ലെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ കൂടുതൽ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ആ നല്ലെണ്ണ അങ്ങനെ നമ്മുടെ തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ കടുക് അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ കടുക് അവിടെ സുന്ദരക്കുട്ടപ്പന്മാരെ പോലെ നല്ല പൊട്ടറം കിടന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉലുവയുണ്ടല്ലോ, ഉലുവ ഇടണം. പിന്നെ അത് മാത്രമല്ല കറിവേപ്പിലാണ്. ഉലുവ ഇട്ട് കഴിയുമ്പോഴത്തേനും ഉലുവ അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ട് ഒരു കയ്പ് ചുവ വരും. അതുകൊണ്ട് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് അതങ്ങ് ഇട്ട് കൊടുക്കണം. ഇതോടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും കറിവേപ്പില എല്ലാം നല്ല കടുകിനകത്തും ഇതിനകത്ത് കിടന്നങ്ങ് മുരിയും. ആ കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. വെളുത്തുള്ളി ഒന്ന് ഇട്ട് ഒരു 1-2 സെക്കൻഡ് ഒന്നും വഴറ്റണം പതുക്കെ വന്ന്. കാരണം വെളുത്തുള്ളിക്കാണല്ലോ മൂക്കാൻ ഇച്ചിരി താമസം, മൂപ്പൻ. അതുകൊണ്ട് എന്താണെങ്കിലും അത് ഇച്ചിരി ഒന്ന് വണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇച്ചിരി ആവട്ടെ. ഇച്ചിരി ഏകദേശം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കാൻ നമ്മുടെ ഇഞ്ചിക്കുട്ടനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കുട്ടൻ അതിനകത്ത് കിടന്ന് മൂക്കണ ഒരു ഇച്ചിരി സമയം പിടിക്കും. കാരണം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്താൽ മാത്രമേ നമ്മുടെ അച്ചാറിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. ചിലരിടുമ്പം കാണാൻ ശരിക്കും ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടിടുന്നവരുണ്ട്, കാരണം അധികം മൂപ്പിക്കാതെ. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. നന്നായിട്ട് വഴറ്റിയിട്ട് വേണം, നല്ല ടേസ്റ്റിനിരിക്കും. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക്, ഞാനിവിടെ വലിയ പച്ചമുളക് എടുത്തേക്കുന്നത്. കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം കാന്താരി ടേസ്റ്റ് ഈ അച്ചാറിനൊക്കെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ല പൊളി ടേസ്റ്റ് ആയിട്ട് വരും. ആ കാന്താരിയുടെ ആ എരിവൊക്കെ ഇറങ്ങി കഴിയുമ്പം നമ്മുടെ അച്ചാറിന് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് വരും. എന്താണേലും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇപ്പം കണ്ടോ കളർ മാറി വരുന്നുണ്ടോ, കണ്ടോ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്താണേലും കുറച്ച് സമയം കൂടെ അതവിടെ കിടന്ന് വഴട്ടെ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ എന്താണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, അത് ആദ്യം കുറച്ചിട്ട് കൊടുക്കണം. മൊത്തത്തോളം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ വേറെ ഒന്നും കൊണ്ടല്ല, അച്ചാർ പൊടി ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിനകത്ത് എല്ലാ എരിവൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചേക്കുന്നത്. ഈ അച്ചാറുപൊടി ബ്രാഹ്മൺസിന്റെ അച്ചാറുപൊടി ഞാനിവിടെ എടുത്തേക്കുന്നത്. ബ്രാഹ്മൺസിന്റെ അച്ചാറുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതെടുക്കുകയാണെങ്കിൽ അതിന് കായത്തിന്റെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്.
അത് നമ്മൾ എക്സ്ട്രാ പിന്നെ അധികം കായ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. എന്തായാലും നിങ്ങൾ അതൊന്ന് മേടിച്ച് നോക്കണം കേട്ടോ. ബ്രാഹ്മിൺസിന്റെ അതിന്റെ സാമ്പാർ പൊടിയെല്ലാം നല്ലതാണ്. പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്നത് വിനാഗിരി. വിനാഗിരി എന്താണ് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഒഴിച്ചത് തിളയ്ക്കണം നന്നായിട്ടൊന്ന്. കാരണം അല്ല അവസാനം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ആ തിളച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എന്തൊരു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ വായിക്കകത്ത് ഇച്ചിരി ഒന്ന് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പുണ്ടോ എരിവുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനനുസരിച്ച് വേണം. നമ്മൾ ആദ്യം കൊണ്ട് കുറേ ഉപ്പും കുറേ മുളക് പൊടി എല്ലാം കൂടി ഇടല്ലേ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാവും എല്ലാം നോക്കിയിട്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ കരിപ്പെട്ടി കേട്ടോ, കുറച്ച് കരിപ്പെട്ടി അങ്ങ് ഇട്ട് കൊടുക്കണം. കരിപ്പെട്ടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് യോജിക്കണം. ഇപ്പം തന്നെ ഏകദേശം കണ്ടോ ഒരു കുറുകി വരുന്നൊരു പരുവത്തിനായിട്ടുണ്ട്. എന്താ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളത് യോജിപ്പിക്കണം. കാരണം കരിപ്പെട്ടി കട്ടയായിട്ട് കിടക്കാതെ ഇതുമായിട്ട് നന്നായിട്ട് യോജിക്കും. കാരണം ഇളക്കുമ്പോൾ തന്നെ തിളച്ച് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ വിനാഗിരിയും ആ കരിപ്പെട്ടി എല്ലാം നമ്മുടെ ആ പൊടിയേലേക്കൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ ഇതൊക്കെ ആയിരിക്കും. കണ്ടോ ഇപ്പം അതിൻ്റെ കളർ കണ്ടോ, നല്ല കുറുകി നല്ല സെറ്റായിട്ടില്ലേ നോക്കി. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റാണ്. കാരണം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾക്കെന്ന് പറയുമ്പോൾ അച്ചാറെന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സെറ്റായിരിക്കും. കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ദോഷഫലങ്ങളൊന്നും ഇല്ല. ഷുഗർ ഉള്ളവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനം കരിപ്പെട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഇതിൻ്റെ പേരിൽ എൻ്റെ ഞാൻ ചീത്ത പറയരുത് കേട്ടോ. എന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ തിളച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങയുണ്ട് കണ്ടല്ലോ. അതിൻ്റെ നാരങ്ങയുടെ വെള്ളമൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ. ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ട് 4 പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ തണുത്തതിനൊക്കെ ശേഷം വേണം കട്ട് ചെയ്യാൻ കേട്ടോ, അല്ല എല്ലാവരും കൈയൊക്കെ പൊള്ളുവേ. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ നോക്കണം അതിൻ്റെ മധുരമൊക്കെ ഒന്നെടുത്ത് നോക്കണം. മധുരം അതായത് മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടേക്കുന്നത്. എന്നും പറഞ്ഞിട്ട് ഓവർ മധുരമായപ്പോലെ പായസം പോലെ മധുരമാക്കി വെക്കരുത്. നമുക്കറിയാലോ, നമുക്ക് നാളെ അച്ചാർ കൂട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റിൻ്റെ ഒരു മധുരം വരുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്നെടുത്ത് കുറച്ചിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ കരിപ്പെട്ടി ബാക്കിയൊക്കെ ഇടാവുള്ളൂ. എന്താണെങ്കിലും ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. അതിൻ്റെ കൂടെ ആ നാരങ്ങയുടെ അതിൻ്റെ അകത്തേക്ക് കണ്ടോ നല്ല സെറ്റായിട്ടില്ലെന്ന് നോക്കി. അങ്ങനെ എടുത്ത് നമ്മൾ ഇടയ്ക്ക് നോക്കണം അതെങ്ങനെയാണെന്ന്. എന്താണേലും നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കാരണം നമ്മുടെ നാരങ്ങ ഓൾറെഡി വെന്തതാണ്. പക്ഷെ എന്നാലും കുറച്ചൊന്ന് തിളപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല പഴക്കം കിട്ടിയതുപോലെ ഇരിക്കും. എന്താണേലും കണ്ടോ ഈ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോ 2 ദിവസം കഴിയുമ്പോൾ ഒന്നും എടുക്കരുത്. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കുമ്പോഴത്തേനും അതൊന്നൊക്കെ നന്നായിട്ട് ആ എണ്ണയും മുളകും എല്ലാം പിടിച്ച് നല്ല വേറെ വെറൈറ്റി രുചിയിലിരിക്കുള്ളൂ. നമ്മൾ ഇടുന്നതിൻ്റെ അന്ന് തന്നെ എടുത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ അച്ചാറിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തില്ല. പഴകുന്തോറുമാണ് അതിന് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ നാരങ്ങയിലേക്ക് എന്താണെങ്കിലും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ പതുക്കെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.